ഇന്നേ നമ്മുടെ ഡോറയുടെ ബർത്ത്ഡേ കേട്ടോ. അപ്പോൾ ഇതുവരെ ഞാൻ വിഷൊന്നും നേർന്നിട്ടില്ല. ഞാനും പ്രിൻസും കൂടെ ഇപ്പോൾ പോയിട്ട് ഒരു കേക്ക് മേടിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ. വിളിച്ചിട്ട് നമുക്ക് കേക്ക് മുറിക്കാം. അപ്പോൾ പുള്ളിക്കാർ ഭയങ്കര സങ്കടത്തിലൊക്കെ ഇരിക്കുകയാണ്. ഞാനിതിനെ വിഷ് ചെയ്തില്ല, ഇവരോടൊക്കെ പറഞ്ഞു, ഞാൻ പറയേണ്ട ആൾ ഇതുവരെ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തിലിരിക്കുക. അതുപോലെ തന്നെ ഷെമിയും സോനയൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ ചെയ്യുന്നത് വെച്ചിട്ട് ഇവരെയും വിഷു പറയാമെന്ന്. അപ്പം ഞാൻ എല്ലായിടത്തും പറഞ്ഞത് കുഴപ്പമില്ല, പറയുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും പറഞ്ഞോളാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വൈകിട്ട് കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു. വൈകിട്ട് കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് വൈകിട്ട് ഒരിടം വരെ പോകണം. നമ്മുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കല്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വൈകിട്ട് പോകണം. അപ്പോൾ അതുകൊണ്ട് വൈകിട്ട് കുറച്ച് തിരക്കായിരിക്കും. അപ്പോൾ വിചാരിച്ച് എന്തായാലും വൈകിട്ട് പോകുന്നതിന് മുമ്പേ ഇപ്പം എന്തായാലും വിഷു നേർന്നിട്ട് എന്തായാലും ഇപ്പോൾ അതുപോലെ തന്നെ പുള്ളിക്കാരി ഇങ്ങനെ വിഷമിച്ചിരിക്കില്ലേ, അപ്പോൾ കുറേ നേരം ഇനി വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കേക്ക് മേടിച്ചുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് തുറന്നിട്ട് ഇപ്പം അടുക്കളയിൽ നിന്ന് പാചകം ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കിനി കേക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ട് വിളിച്ചുകൊണ്ടുവന്ന് കേക്ക് മുറിപ്പിക്കുക. എങ്ങനെയുണ്ട് എക്സ്പ്രഷൻ നമുക്ക് അന്നേരം നോക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ കേക്ക്. ഹാപ്പി ബർത്ത്ഡേ ഡോറ എന്നാണ് കേക്കിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇത് പേരെഴുതിയിരിക്കുന്നത് തെറ്റാണോ എന്നെനിക്കൊരു ഡൗട്ട്. ഡോവി എ ആണോ എഴുതിയിരിക്കുന്നത്, ആരെഴുതിയതാണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഞാൻ ഉദ്ദേശിച്ച ഹാപ്പി ബർത്ത്ഡേ ഡോറ എന്നാണ് കേട്ടോ. അപ്പോൾ കേക്ക് ഇതാണേ. എന്തേ അതിന് കത്തിയല്ലേ കാണിക്കുന്നത്? ഗബ്രുച്ചേ, ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ കേക്ക് ഉണ്ടാ? ഗബ്രുച്ച് ഉടുപ്പിട്ടിട്ടില്ല. നിന്റെ അമ്മയുടെ ഹാപ്പി ബർത്ത്ഡേ. എങ്ങനെയുണ്ട്? ഇല്ല, ഏജ് എഴുതിയിട്ടില്ല. അത് എഴുതണ്ടെന്ന് വിചാരിച്ചു. പ്രായം ഞങ്ങൾ പുറത്തു പറയാറില്ല. പ്രായം ഞങ്ങൾ അങ്ങനെ പുറത്തു പറയത്തില്ല. പ്രതീക്ഷിച്ചായിരുന്നാ? അതെന്താ? എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചത് കേക്ക് മേടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും, ഞാൻ അങ്ങോട്ട് വരത്തില്ലല്ലോ. പ്രതീക്ഷിച്ച, പക്ഷെ എനിക്ക് സങ്കടം വന്നത് ഇത്ര നേരമായിട്ട് ഞാൻ വിഷയാ. സങ്കടത്തില്ല, അത് 10 പൈസക്ക് തന്നാ മതി. ഗബ്രൂച്ചിനെ കാണിക്കാൻ പറ്റില്ല, ഉടുപ്പിടാത്തോണ്ട്. അതെ, ഗബ്രൂസ് ഉറങ്ങി എഴുന്നേറ്റിട്ട് ഇരിക്കുന്ന ഉറക്കച്ചടവിലിരിക്കുന്നു. അപ്പൊ നീ പ്രതീക്ഷിച്ചായിരുന്നില്ലേ? രണ്ടുപേരും പോയപ്പോഴേ സൂപ്പർ ഗ്ലൂ മേടിച്ചോട്ട് താടാ. ഞാൻ പക്ഷെ ഇത്ര രാവിലെ പ്രതീക്ഷിച്ചില്ല. വൈകിട്ട് എനിക്ക് സമയമില്ലല്ലോ. മേടിച്ചോണ്ട് വരുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പൊ മുറിക്കുന്നുണ്ടോ? മുറിക്കണം, എനിക്ക് വൈകിട്ട് സമയമില്ല. ആ, വൈകിട്ട് പോണ്ടേ സാധനം. പിന്നെ പൈപ്പ് എടുക്കാൻ പോണം. വേണ്ട, ഇതിന് ഇയാൾ ഇങ്ങനെ അങ്ങ് മുറിച്ചാൽ മതി. കൈ കത്തിവിട്. പിന്നെ കൈകത്തി അല്ലേ ഇത്? ഞാൻ തീപ്പെട്ടി എടുത്തുണ്ടോ? മറ്റേതെടുത്തേടാ, ഒരു കർച്ചീഫ് തരാമോ കൈ തുടയ്ക്കുന്നത്? ഇതാണ്ട മോളെ അതും എടുത്തേടി. ഗ്യാസ് അടുപ്പിന്റെ മേളില് ഫോട്ടോ എടുത്താ കത്തീര്. ഞാൻ കറിക്കരഞ്ഞോണ്ട് ഇത് നമ്മുടെ ഗബ്രൂന് വാങ്ങിച്ച മെഴുകുതിരി ആട്ടോ. പക്ഷെ അത് ഇവിടെ ഇട്ട് വെറുതെ പോയി ഇരുന്നിട്ട്. അത് കറങ്ങുന്നില്ലല്ലേ? കറങ്ങണ്ടല്ലേ ഇത്? അയ്യോ, കേക്കിന്റെ മേളില് വേണ്ട, അത് ഞെക്കൊന്നും വേണ്ട. അത് വെക്കണ്ട. ഇനിയിപ്പോ കേക്ക് നശിക്കും, വെക്കണ്ട. ഇനി കേക്ക് മുറിച്ചോ. അത് കൂട്ടി കാണിക്കണോ? ഹാപ്പി ബർത്ത്ഡേ ഡോറ, ഹാപ്പി ബർത്ത്ഡേ ഡോറ. മുറിക്ക് പെട്ടെന്ന് മുറിക്ക്. ഇൻട്രോ പറഞ്ഞായിരുന്നല്ലേ? കേട്ടാ? വാതിൽ പതുക്കെ അടച്ചായിരുന്നല്ലേ? എന്നിട്ട് ഒരാള് എന്നോട് അങ്ങോട്ട് വരാൻ അതെനിക്ക് മനസ്സിലാടെയാണ്. അങ്ങോട്ട് മോന് കൊടുക്കല്ലേ അമ്മ?
എന്നിട്ട് ഒരാൾ എന്നെ വിളിച്ചിട്ട് ഇത്ര നേരമായിട്ട് വിനോദ് ചേട്ടൻ എന്തിനാ എന്താ ഡോർ ചേച്ചി അല്ല അശ്വതി ചേച്ചിക്ക് ബർത്ത്ഡേ വിഷ് തരാത്തത് ഷെമി. അത് കഴിഞ്ഞിട്ട് ആ എന്നെ വിളിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് വൈകിട്ടായപ്പോൾ അല്ല കുറച്ച് മുമ്പ് സോന വിനോദ് ചേട്ടാ ഇതുവരെ എന്താ അശ്വതി അല്ല ഡോർ ചേച്ചിക്ക് വിഷ് ചെയ്യാഞ്ഞത്. അപ്പൊ ഞാൻ അതാ മാത്രമേ എനിക്കുള്ളൂ, അല്ലാതെ വേറെ ഒന്നും എനിക്ക് വിഷമില്ല. ഇച്ചിരി മോന് മോന് കൊടുക്കണ്ടമ്മാ, ഒരു ഇച്ചിരിടാ. ഡോക്ടർ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. വേണ്ട അത്രയൊന്നും കൊടുക്കല്ലേ കുഞ്ഞിന്. പിച്ചുകയും വേണം. ഓ നിനക്ക് തരാൻ വേണ്ടിയായിരുന്നു. പക്ഷെ അല്ല വൈറ്റ് വാങ്ങിച്ചാൽ മതിയായിരുന്നു മുഖത്ത് തേക്കാന്. അയ്യോ ആ കഴിച്ചിട്ടില്ല, ഇനി ഞാനത് കൈയിടരുത്. കഴിച്ചിട്ടില്ല. അന്നത്തെ ബർത്ത്ഡേക്ക് വല്ലവിടെ ഓത്ത് തെറ്റായിരുന്നു. കേട്ടോ തേക്കല്ലേ തേക്കത്തില്ല. അതെന്താ അവര് തേക്കാൻ നേരത്ത് മതി മതി, ഇനി കട്ട് ചെയ്ത് കഴിക്കാം എല്ലാവർക്കും. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഡോറയുടെ ബർത്ത്ഡേ കേക്ക്. ഇല്ല ഞാൻ സത്യത്തിൽ വിചാരിച്ച് സർപ്രൈസ് ആയിരിക്കും. ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നു. കഴിച്ചോ നിങ്ങൾ? പക്ഷെ ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല. ഞാൻ ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചത്. സർപ്രൈസ് ആവുന്നു. ഞാൻ മുറിച്ചു തരാം. ഇന്ന് മുറിക്കാൻ ശരിയാണല്ലോ അവിടേക്ക്. അപ്പം ഞങ്ങളുടെ ഒരു കൊച്ചു കേക്ക് മുറിയായിരുന്നു കൂട്ടുകാരത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമല്ലോ.